ആകാശവാണി ന്യൂഡൽഹിയിൽ നടന്ന ICA ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 1960 ന്യൂഡൽഹിയിൽ ICA റീജിയണൽ ഓഫീസ് സ്ഥാപിച്ചത് മാത്രമല്ല, ഏഷ്യ പസഫിക്കിലുടനീളം സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നേതൃത്വം നൽകുന്നതിലും ഇന്ത്യയുടെ പങ്ക് നിർണായകമാണ്. ഇതിന്റെ ഭാഗമായാണ് ആഗോള സഹകരണ പ്രസ്ഥാനത്തിലെ പ്രമുഖ സ്ഥാപനമായ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ICAയുടെ ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസും ICA ജനറൽ അസംബ്ലിയും ഇന്ത്യയിൽ സംഘടിപ്പിച്ചത്. 130 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പരിപാടിക്ക് ഇന്ത്യ വേദിയാകുന്നത്. ICA കേന്ദ്ര സർക്കാർ, ഇന്ത്യൻ സഹകരണ സ്ഥാപനങ്ങളായ അമൂൽ, ക്രിപ്കോ എന്നിവയുടെ സഹകരണത്തോടെ ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് IFFCO ആതിഥേയത്വം വഹിച്ച ആഗോള സമ്മേളനത്തിന് നവംബർ 25 മുതൽ 30 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം വേദിയായി. സഹകാർ സേ സമൃദ്ധി അഥവാ സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്ന കാഴ്ചപ്പാടിനനുസൃതമായി സഹകരണ സ്ഥാപനങ്ങൾ എല്ലാവർക്കും അഭിവൃദ്ധി സൃഷ്ടിക്കുന്നു എന്നതായിരുന്നു ഇത്തവണത്തെ സമ്മേളനത്തിന്റെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ലോകമെമ്പാടുമുള്ള സഹകരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും അവസരങ്ങളും അഭിസംബോധന ചെയ്യുന്ന ചർച്ചകൾ, പാനൽ സെഷനുകൾ, ശില്പശാലകൾ എന്നിവ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലിംഗസമത്വം, സുസ്ഥിര സാമ്പത്തിക വളർച്ച തുടങ്ങിയ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ICA ആഗോള സഹകരണ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ഭാവി സഹകരണ യാത്രയ്ക്ക് ICA ആഗോള സഹകരണ ഉച്ചകോടി പുതിയ ഉൾക്കാഴ്ചകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. भारत में इस समय हम कोऑपरेटिव मूवमेंट का नया विस्तार दे रहे हैं. मुझे पूरा विश्वास है इस कॉन्फ्रेंस के माध्यम से भारत की फ्यूचर कोऑपरेटिव जर्नी के लिए जरूरी इंसाइट मिलेगी और साथ ही भारत के अनुभवों से ग्लोबल कोऑपरेटिव मूवमेंट को भी 21st सेंचुरी के नए टूल्स मिलेंगे, नई स्पिरिट मिलेगी. രാജ്യത്തെ സഹകരണ ബാങ്കുകളിൽ 12 ലക്ഷം കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. आज भारत में लगभग 200,000 यानी 2 लाख हाउसिंग कोऑपरेटिव सोसाइटीज है. बीते सालों में हमने कोऑपरेटिव बैंकिंग सेक्टर को भी मजबूत बनाया है, उनमें रिफॉर्म्स लाए हैं. आज देश भर में करीब 12 लाख करोड़ रुपए 12 ट्रिलियन रुपीज कोऑपरेटिव बैंकों में जमा है. कोऑपरेटिव बैंकों को मजबूत करने के लिए, उन पर भरोसा बढ़ाने के लिए हमारी सरकार ने अनेक रिफॉर्म्स किए हैं. पहले ये बैंक रिजर्व बैंक ऑफ इंडिया RBI के दायरे से बाहर थे. हम इनको RBI के दायरे में लेकर आए. इन बैंकों में डिपॉजिट पर कवर के इंश्योरेंस को भी हमने प्रति डिपॉजिटर 5 लाख रुपए तक बढ़ाया. कोऑपरेटिव बैंकों में भी डिजिटल बैंकिंग को विस्तार दिया गया. इन प्रयासों से भारत सहकारी बैंक पहले से कहीं ज्यादा अधिक कॉम्पिटिटिव और ट्रांसपेरेंट हुए हैं. സഹകരണ ബാങ്കുകളെ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നിരവധി പരിഷ്കരണങ്ങൾ നടപ്പാക്കി വരുന്നതായും അദ്ദേഹം അറിയിച്ചു. भारत आज सबसे तेजी से विकसित होने वाली इकोनॉमी है. हमारा मकसद हाई GDP ग्रोथ के साथ साथ इसका लाभ गरीब से गरीब तक पहुंचाने का भी है. दुनिया के लिए जरूरी है कि ग्रोथ को ह्यूमन सेंट्रिक नजरिए से देखें. भारत का ये लक्ष्य रहा है कि देश में हो या फिर ग्लोबली हमारे हर काम में ह्यूमन सेंट्रिक भाव ही प्रबल हो. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പോലും സഹകരണ സംഘങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് ചൂണ്ടിക്കാട്ടിയ ശ്രീ മോദി, അത് സാമ്പത്തിക ശാക്തീകരണം മാത്രമല്ലെന്നും സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സാമൂഹ്യവേദി നൽകിയെന്നും അഭിപ്രായപ്പെട്ടു. മഹാത്മാഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് പ്രസ്ഥാനം
സാമുദായിക പങ്കാളിത്തത്തിന് പുത്തൻ ഉത്തേജനം നൽകിയെന്നും ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ സഹകരണത്തോടെ പുതിയ വിപ്ലവത്തിന് തുടക്കമിട്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മത്സരത്തിൽ വൻകിട ബ്രാൻഡുകളേക്കാൾ മുന്നേറാൻ ഖാദി ഗ്രാമ വ്യവസായങ്ങളെ സഹകരണ സംഘങ്ങൾ സഹായിച്ചതിൽ പ്രധാനമന്ത്രി സന്തുഷ്ടി പ്രകടിപ്പിച്ചു. സഹകരണത്തോടൊപ്പം ഭരണവും സമന്വയിപ്പിച്ച് ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സ്റ്റാമ്പും ചടങ്ങിൽ പ്രധാനമന്ത്രി പുറത്തിറക്കി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് ഡോബ്ഗെ, ഫിജി ഉപപ്രധാനമന്ത്രി മനോവ കാമികാമിക തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ കേന്ദ്രമന്ത്രി അമിത് ഷാ പറഞ്ഞു. ഈ തീരുമാനം ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെയും കർഷകരുടെയും ശാക്തീകരണത്തിൽ നാഴികക്കല്ലായി മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 3 വർഷത്തിനുള്ളിൽ 2 ലക്ഷം പുതിയ പ്രാഥമിക കാർഷിക വായ്പാ സൊസൈറ്റികളിലൂടെ രാജ്യത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സഹകരണ സൊസൈറ്റികൾ ഉണ്ടാകുമെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു. मैं बड़ा धन्यवाद के साथ और बड़े हर्ष के साथ यूएन का भी धन्यवाद करना चाहता हूं कि इन्होंने 2025 के वर्ष को सहकारिता वर्ष के रूप में मनाने का एक फैसला किया और मैं ऐसा मानता हूं कि ये फैसला समयोचित पूरी दुनिया के अंदर करोड़ों करोड़ों महिलाएं, किसान और गरीब के एम्पावरमेंट के लिए ये फैसला आशीर्वाद रूप होगा, इसका मुझे पूरा भरोसा है. 3 नई सहकारिता की कोऑपरेटिव राष्ट्रीय स्तर पर बनाई है, जिससे भारत का किसान न केवल देश, दुनिया भर के बाजार तक अपनी रीच को बढ़ाएगा. राष्ट्रीय सहकारी निर्यात लिमिटेड, राष्ट्रीय सहकारी ऑर्गेनिक्स लिमिटेड और भारतीय बीज सहकारी समिति लिमिटेड, ये तीनों कोऑपरेटिव आने वाले दिनों में किसानों की सहभागिता दुनिया के व्यापार में तो बढ़ाएगी, मगर इसके साथ पूरी दुनिया के कोऑपरेटिव की सारी संस्थाओं को एक प्रेरणा देने का भी काम करेगी कि अच्छे तरीके से सहकारिता के सिद्धांतों के साथ अगर हम काम कर सकते हैं तो किस प्रकार से छोटे से छोटा किसान ग्लोबल मार्केट तक अपनी रीच को पहुंचा सकता है, इसका उदाहरण ये तीनों कोऑपरेटिव बनने वाली है. जिस तरह से इफको, क्रिप्को और अमूल ने आज भारत का एक प्रकार से सहकारिता के क्षेत्र में पूरी दुनिया में एक एग्जाम्पल सेट करने का काम किया है. भारत की ये तीनों संस्थाओं ने इसी प्रकार से ये तीनों अपनी नई कोऑपरेटिव भी आगे दुनिया भर के लोगों का, सहकारिता के क्षेत्र में काम करने वाले लोगों का मार्गदर्शन करेगी. അസമത്വം കുറയ്ക്കുന്നതിലും മാന്യമായ ജോലി പ്രോത്സാഹിപ്പിക്കുന്നതിലും ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിലും സഹകരണ സ്ഥാപനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നതിനുള്ള ആഗോള ലക്ഷ്യങ്ങളുടെ വർഷമായിരിക്കും 2025. ഈ മേഖലയിൽ നിരവധി ഉദ്യമങ്ങളിലൂടെ ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രകടമാക്കാൻ അവസരം ലഭിക്കുന്ന പ്രതീക്ഷകളുടെ UN അന്താരാഷ്ട്ര സഹകരണ വർഷം. ന്യൂഡൽഹിയിൽ നടന്ന ICA ഗ്ലോബൽ കോഓപ്പറേറ്റീവ് കോൺഫറൻസ് സഹകരണ വർഷാചരണത്തിന്റെ ഔദ്യോഗിക സമാരംഭം കൂടിയായിരുന്നു. നിങ്ങൾ കേട്ടത് ന്യൂഡൽഹിയിൽ നടന്ന ICA ഗ്ലോബൽ കോഓപ്പറേറ്റീവ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സോഫിയ ഡാനിയൽ.